ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ചെറിയൊരു കഥയുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് നാളുകളായി നമ്മൾ സംസാരിച്ചിട്ട് കണ്ടിട്ട് വീണ്ടും ഒരു കൊച്ചു കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴെങ്കിലും നിശ്ചലമായി പോയിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതം നിന്നു പോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എനിക്കൊരു മുന്നോട്ടുള്ളൊരു യാത്ര അസാധ്യം എന്ന് തോന്നുന്ന രീതിയിൽ ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിനെയെല്ലാം മറികടക്കേണ്ടുന്ന ഒരവസ്ഥ നമുക്ക് നിശ്ചയമായിട്ടും വേണ്ടതാണ്. നമ്മളെല്ലാവരും അക്ബർ ചക്രവർത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന വലിയൊരു മഹാനായ ശക്തനായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സിലായിരുന്നു വളരെയധികം ബുദ്ധിശാലിയായിരുന്ന മന്ത്രി ബീർബൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സദസ്സിലോട്ട് കടന്നു വന്നിട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരോടുമായിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു: സങ്കടപ്പെടുമ്പോൾ പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന, വളരെയധികം സന്തോഷത്തിൽ നിൽക്കുമ്പോൾ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിരാശ നൽകുന്ന ഒരു വാചകം പറയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സദസ്സ് വളരെ മൂകമായിക്കൊണ്ട് ആലോചിച്ചു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ബീർബൽ കടന്നു വരുന്നു. ബീർബൽ കടന്നു വന്നിട്ട് അദ്ദേഹത്തിനോട്, മഹാനായ ചക്രവർത്തി അക്ബറിനോട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് ആ വാചകം, ഈ സമയവും കടന്നു പോകും. അക്ബർ ചക്രവർത്തി ഒരു നിമിഷ നേരത്തേക്ക് മൗനം പാലിച്ചുകൊണ്ട് ബീർബലിനെ അദ്ദേഹം അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഉത്തമമായിട്ടുള്ള വാചകം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ വളരെയധികം നിരാശനായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ സമയവും കടന്നു പോകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നോട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അടുത്തുള്ളത്. അതേസമയം നമ്മൾ വളരെയധികം സന്തോഷത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്നിടത്ത് നമ്മൾ സ്വയം അഹങ്കാരങ്ങൾ കൊണ്ട് മൂടപ്പെടാൻ നിൽക്കാതെ വീണ്ടും എളിമയുള്ളവരായി മാറാനും ഈ ഒരു വാചകം മതി. ഇവിടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് കാണിച്ചു തരുന്നത്. നമ്മൾ എത്ര തന്നെ സങ്കടത്തിലോ നിരാശയിലോ വിഷമത്തിലോ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ വാചകം മതി നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് എത്ര തന്നെ നിരാശ വന്നു കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷ നൽകുന്നതിന് വേണ്ടി ഈ ഒരു വാചകം മതി.